ഇന്ത്യയുടെ കോടതികളുടെ നന്മ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ശംബലിലെ മുസ്ലിം പള്ളിയെ ആക്രമിക്കാനും തകർക്കാനും മോശമായി ചിത്രീകരിക്കാനും അത് തർക്കമന്ദിരമാണെന്ന് കാണിക്കാനും ഒക്കെ തീവ്ര ഹിന്ദുത്വവാദികൾ കുറെ കാലമായി നോക്കുന്നുണ്ട്. കോടതി, അലഹബാദ് ഹൈക്കോടതി അതിവിദഗ്ധമായ ഒരു മൂവിലൂടെ, ആവേശം ജനിപ്പിക്കുന്ന മൂവിലൂടെ അവരുടെ ഈ നീക്കങ്ങൾക്കൊരു തടയിട്ടു. അതായത് കോടതി കേസ് കേട്ടോണ്ടിരുന്നപ്പം സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആയ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ് നമ്മുടെ ഹരിശങ്കർ ജെയിന്റെ മകനാണ് പലപ്പോഴും ഹരിശങ്കർ ജെയിനും മകനുമായി കേസ് കൊടുക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, പലതവണ സംസാരിച്ചിട്ടുണ്ട്, എന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നതാണ്, ഞാൻ തിരിച്ച് ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ ഈ സുപ്രീം കോടതിയിലെ സീനിയർ ലോയർ ഹരിശങ്കർ ജെയിൻ വന്ന് നമ്മളിത് ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ ആണ്, ഈ പള്ളി തർക്കമന്ദിരമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഈ തർക്കമന്ദിരം എന്ന പേര് കേൾക്കുന്നത് തന്നെ ഇന്ത്യയുടെ ചരിത്രം അറിയുന്നവർക്ക് പേടിയാണ്. ബാബറി മസ്ജിദ്, രാമജന്മഭൂമി വിഷയത്തിൽ തർക്കമന്ദിരം എന്ന് പറഞ്ഞു, പിന്നീട് പ്രശ്നങ്ങളായി, അവസാനം പള്ളി പൊളിച്ചു, കലാപങ്ങളുണ്ടായി, ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് തർക്കത്തിലുള്ള സ്ഥലമാണല്ലോ, അപ്പം തർക്കമന്ദിരം എന്ന് വിളിക്കാം എന്ന ലളിത കുയുക്തി ഉപയോഗിച്ച് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പറഞ്ഞപ്പോ അലഹബാദ് ഹൈക്കോടതി ബ്രില്യന്റ് ആയ സൂപ്പർബായ ഒരു മൂവിലൂടെ അതിലേക്ക് ബ്ലൻഡ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ആ മുന ഒടിച്ചു കളഞ്ഞു. കോടതി പറഞ്ഞു, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ദൈവം തോന്നിക്കുന്നതാണ്. അതായത് അതിലെ ഓർക്കണം, ജഡ്ജി ഹിന്ദുവാണ്, ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ഹിന്ദുവാണ്, പേരിൽ വെച്ച് ഫോർവേഡ് കാസ്റ്റ്, മുന്നോക്ക സമുദായത്തിലുള്ള ഹിന്ദു തന്നെയാണ്. അപ്പൊ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. കാര്യം രണ്ട് പക്ഷത്തെയും ന്യായങ്ങളും അന്യായങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചു അക്സെപ്റ്റ് ചെയ്തുമാണ് കോടതി പോകുന്നത്. ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ അതിവിദഗ്ധമായി പറഞ്ഞു, ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ എന്നാണല്ലോ നിങ്ങൾ വിളിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോടതി ഇപ്പൊ സ്റ്റെനോഗ്രാഫറോട് പറഞ്ഞു, ടൈപ്പ് ചെയ്തോളൂ, സ്ട്രക്ചർ ഓഫ് ദി ഡിസ്പ്യൂട്ടഡ് മസ്ജിദ് എന്ന് ആ വിധിന്യായത്തിൽ എഴുതി വെച്ചു. അതായത് തർക്കമന്ദിരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് എങ്ങനെങ്കിലും ഇത് മന്ദിരമാണോ പള്ളിയാണോ, അതായത് അമ്പലമാണോ പള്ളിയാണോ എന്നുള്ള തർക്കം ഉണ്ടാക്കാമെന്നും അതിന്റെ പേര് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നും പള്ളിയെ ഇല്ലായ്മ ചെയ്യാമെന്നും ഒക്കെ വിചാരിച്ചാണ് ഇവരിത് പറയുന്നത്. പക്ഷേ ഹൈക്കോടതി അതിവിദഗ്ധമായി തർക്കത്തിലുള്ള പള്ളി എന്ന് തന്നെ അതാക്കി. അതിന്റെ മുസ്ലിം ഐഡന്റിറ്റി ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ കോടതികൾ അത് ചെയ്തു. അത് കോടതിയുടെ ബഹുസ്വരതയാണ്, കോടതിയുടെ മനസ്സിലെ ഗാന്ധിജിയാണ്, നന്മയാണ്. അപ്പൊ ജെയിൻ വീണ്ടും ഇത് കണ്ടപ്പോൾ അത് വീണ്ടും ഈ ഹരിശങ്കർ ജെയിൻ വീണ്ടും അദ്ദേഹം എണീച്ചു നിന്ന് ചൂടായിട്ട്, അത് ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ എന്നേ പറയാൻ കഴിയൂ, അത് മോസ്കെന്നോ മറ്റോ ഒന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കി. പക്ഷേ കോടതി അതിനെ അവഗണിച്ചുകൊണ്ട് അത് മോസ്ക് എന്ന് തന്നെ അതിനെ നാമകരണം ചെയ്തു. അത് പള്ളിയാണ്, അത് കണ്ടറിഞ്ഞൂടെ, ഇത് വെറുതെ പറയണത് അത് പള്ളിയാണ്, നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഇത് പള്ളിയല്ലേ, ഇത് കണ്ടറിഞ്ഞൂടെ, ഇങ്ങനെ ഏതെങ്കിലും അമ്പലം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചുമ്മാ പറയണതാണ്, വെറുതെ അലമ്പുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും പറയുന്നതാണ്. അപ്പം വളരെ സന്തോഷമുണ്ട്, ഹൈക്കോടതിയുടെ ആ ഇടപെടലിൽ വളരെ പോസിറ്റീവായ ഇടപെടലാണ്. നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ പ്രിന്റ് നൽകുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏകദേശം 10 കോടി രൂപ ഈ സമ്പലിന് മുടക്കി 19 കിണറുകൾ, 68 പഴയ അമ്പലങ്ങളൊക്കെ പുനരുദ്ധരിക്കുമെന്നൊക്കെയാണ്. ഇതിനൊന്നും തെറ്റില്ല. പക്ഷേ ഈ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ പേടിപ്പിക്കാനും മുസ്ലിങ്ങളെ പീഡിപ്പിക്കാനും വേണ്ടി ചെയ്യുന്നതിന് അർത്ഥമില്ല. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും വേണ്ട, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും വേണ്ട, മുസ്ലിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യേണ്ട, മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് നന്മയൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇത് മനഃപൂർവ്വം പ്രകോപനത്തിനാണ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കൽക്കി ജനിക്കും എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നുണ്ട്. അത് തന്നെ പുരാണപരമായും ചരിത്രപരമായും തെറ്റാണ്. കാര്യം ആ കൽക്കി നമ്മുടെ നേപ്പാളിലും ചൈനയുടെയും ഭാഗത്തുള്ള, അതായത് ഇന്ത്യയുടെ മേളിലുള്ള സ്ഥലമാണ്. ഇത് ഉത്തർപ്രദേശിലുള്ള ശമ്പലാണ്. ഓൾറെഡി ശമ്പലത്തിൽ കൽക്കി ഭഗവാന് വേണ്ടി ഒരു അമ്പലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി തറക്കല്ലിട്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് വന്ന ലീഡറായ പ്രമോദ് കൃഷ്ണൻ, ഇപ്പം BJP-യിലുള്ള പ്രമോദ് കൃഷ്ണൻ ആ അമ്പലത്തിന്റെ നേതൃത്വം വഹിക്കുന്നുമുണ്ട്. വെറുതെ അലമ്പുണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യുകയാണ്. 4 പേര് മുംബൈ ഇവിടുത്തെ വയലൻസ് മരിച്ചു. മുമ്പത്തെ രാമജന്മഭൂമി ബാബരി മസ്ജിദിൽ 100 ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല. അപ്പോൾ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടത്. നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരുപാട് വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ, മദ്യപാനം, മയക്കുമരുന്ന്, കുടുംബ തകർച്ചകൾ, ജനസംഖ്യാ തകർച്ച തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഈ എന്താ പറയണേ, ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പ്രണാമം. അത് തർക്ക മന്ദിരമല്ല, തർക്കത്തിലുള്ള പള്ളിയാണ് എന്ന് പറയാൻ കാണിച്ച ബ്രില്യൻസ് അത് ദൈവം തോന്നിച്ചതാണ് അഗർവാൾ എന്ന് പറയുന്ന ജഡ്ജിക്ക്. ആ ജഡ്ജിക്ക് നമസ്കാരം അർപ്പിക്കുന്നു, ബഹുമാനം അർപ്പിക്കുന്നു. ഇതേപോലുള്ള ഒരു ബാലൻസിലാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. അമ്പലവും വേണം, മുസ്ലിം പള്ളിയും വേണം, ക്രിസ്ത്യൻ പള്ളിയും വേണം, അല്ലെങ്കിൽ ജൂതന്മാരുടെ സിനഗോഗ് വേണം, ബുദ്ധവിഹാരം വേണം, ജൈനന്മാരുടെ അമ്പലം വേണം, ഗ്രന്ഥശാലകൾ വേണം, സ്കൂള് വേണം, കോളേജ് വേണം, ഹോസ്പിറ്റൽ വേണം, ഇനി നിരീശ്വരവാദികൾക്ക് എന്തെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അതും വേണം, ചായക്കടകൾ വേണം. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ നന്മയോടുകൂടി ഇന്ത്യ മുമ്പോട്ട് പോകട്ടെ. അത് വളരെ സന്തോഷം.